അടുത്ത നിങ്ങളുടെ നോട്ട്സിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ടേക്കൺ ആസ് 0. ജസ്റ്റിഫൈ. നിങ്ങൾ കളിച്ചിരിക്കരുത്, ഇതെല്ലാം എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ബോധത്തോടെ ഇരിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ടേക്കൺ ആസ് 0. വൈ? എർത്തിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ്, അല്ലെങ്കിൽ എർത്ത് 0 പൊട്ടൻഷ്യലാണ്. എർത്തിന്റെ പൊട്ടൻഷ്യൽ എത്ര? 0. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ എർത്ത് അല്ലേ? എർത്ത് ഒരു ഉണ്ടല്ലേ? സോ ഇതിന്റെ റേഡിയസ് എത്ര? 6 ആണ്. റേഡിയസ് കുറവാണോ അതോ വലുതാണോ? ഭയങ്കര വലിയ റേഡിയസ് ആണല്ലേ? So you consider this unda as an isolated spherical capacitor. So what is a capacitance? Capacitance is equal to 4 pi epsilon 0 R. ശരിയല്ലേ? Capacitance is directly proportional to R. ശരിയല്ലേ? Here R is large. R ഭയങ്കര കൂടുതലാണ്. So C is large. Capacitance ഭയങ്കരമാണ്. അപ്പൊ എർത്തിന്റെ കപ്പാസിറ്റൻസ്, എർത്ത് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഭയങ്കര കൂടുതലാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഈ എർത്തിലേക്ക് ഒരു ചാർജ് കൊടുക്കുക, ഒരു ഫൈനൈറ്റ് ചാർജ് കൊടുക്കുക, കുറച്ച് ചാർജ് കൊടുക്കുക, ഫൈനൈറ്റ് ചാർജ് Q കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ദെൻ പൊട്ടൻഷ്യൽ, അതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്ര കൂടും? പൊട്ടൻഷ്യൽ ആണ് ഇക്വേഷൻ പറയൂ. Q/C അല്ലേ? Q/C. ഓക്കെ. ദെൻ ഇവിടെ C എന്ന് പറയുന്നത് വളരെ ലാർജ് ആണല്ലേ? C ഭയങ്കര കൂടുതലാണ്. C ഭയങ്കര കൂടുതൽ എന്ന് പറഞ്ഞാൽ C ഇൻഫിനിറ്റിയോളം കൂടുതലാണ്. അപ്പൊ ആൻസർ എത്ര വരും? ഈ ഡിനോമിനേറ്റർ വെരി വെരി ലാർജ്, ഡിനോമിനേറ്റർ വെരി വെരി ലാർജ്, ഇൻഫിനിറ്റിയോളം ലാർജ്. ഇൻഫിനിറ്റിയോളം ലാർജ് ആണെങ്കിൽ 1/∞ ആൻസർ എത്ര വരും? 0 അല്ലേ? അപ്പൊ V tends to എത്ര വരും? 0 വരില്ലേ? അപ്പോ C ഭയങ്കര കൂടുതലായോണ്ട് വിയുടെ ആൻസർ എങ്ങനെ ഇരിക്കും? വിയുടെ ആൻസർ tends to 0 ആയിരിക്കും. അപ്പൊ എർത്തിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ നമ്മൾ എത്ര എന്നെടുക്കും? 0 എന്നെടുക്കും. മനസ്സിലാവാത്തവരെ കൊണ്ട് ഒന്നും കൂടെ. See, you consider earth as an isolated spherical capacitor. What about the radius of it? Very large. So what is the capacitance? 4 pi epsilon 0 R. Then capacitance is directly proportional to R. Then here R is very very large. So capacitance should be very large. So it tends to capacitance tends to infinity. So that much large capacitance the earth has got. So earthന്റെ capacitance ഇൻഫിനിറ്റിയോളം വരും. അങ്ങനെയുള്ള എർത്തിന് you give a charge, a finite charge Q to it. Then what is the increase of potential? So V equal to Q/C. Here C tends to infinity. So if the denominator tends to infinity, the answer will be tending to 0. So potential value becomes 0. So what is the potential on the surface of earth? So it is 0. So this is the logic behind that. Once again I will explain. The earth can be considered as an isolated spherical capacitor. Then capacitance is equal to 4 pi epsilon 0 R. Then capacitance is directly proportional to R. Then here R for earth is very large. So capacitance will be very very large. Capacitance tends to infinity. So earth has got infinite capacitance. You give a finite charge to earth. Then increase of potential is equal to Q/C. Here C tends to infinity. So the answer that is potential tends to 0. So potential on the earth's surface tends to 0 on giving a charge Q. So keep in mind what is the potential on earth's surface? Its value is 0. Okay.